കുറച്ച് ദിവസങ്ങളായി തന്നെ, ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാളുകളായി തന്നെ വിദ്യാർത്ഥികളെ കാണാനില്ല എന്ന വാർത്ത വർദ്ധിച്ചു വരികയാണ്. എന്നാൽ 2 ദിവസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ മണിക്കൂറുകൾ കഴിയുമ്പോഴോ ഇവരെല്ലാവരും കൂടി ഉല്ലാസയാത്ര പോയതാണെന്നടക്കമുള്ള വാർത്തകൾ വന്ന് അതങ്ങ് അണഞ്ഞു പോകാറുമുണ്ട്. അത്തരത്തിലാകുമെന്ന് കരുതിയ ഒരു വാർത്തയായിരുന്നു ഇന്നലെ ദുഃഖത്തിൽ അവസാനിച്ചത്. ശരിക്കും പറഞ്ഞാൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു മരണ വാർത്ത. ഒന്നല്ല 2 കുട്ടികളാണ് മരിച്ചത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. കൊല്ലത്ത് നിന്ന് കാണാതായ 2 കുട്ടികൾ, ദേവനന്ദയും സബീൻ ഷായും. എന്നാൽ ഇവർ 2 പേരെയും തിരികെ കിട്ടുമെന്നുള്ള ഊർജമായ അന്വേഷണത്തിനൊടുവിൽ കൊല്ലത്ത് കാണാതായ ഈ 2 +1 വിദ്യാർത്ഥികൾ തടാകത്തിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. പൂയപ്പള്ളിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കാണാതായ വിദ്യാർത്ഥികളെ ശാസ്താംകോട്ട തടാകത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് വളരെയധികം തന്നെ ദുരൂഹത നിറഞ്ഞ സാഹചര്യമാണ് എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് പോലീസ്. ഇതിനെ തുടർന്നുള്ള അന്വേഷണം നടത്താനും ഇപ്പോൾ മുൻകൈ എടുത്തിരിക്കുകയാണ്. എത്രയും വേഗം തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കും എന്ന് പറയുന്നു. സുഹൃത്തുക്കളുടെയും മറ്റുള്ളവരുടെയും മൊഴി പരിശോധിക്കുമെന്നും ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളോ ഫോണുകളോ സിം കാർഡോ മറ്റുമെല്ലാം പരിശോധിക്കുമെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മാതാപിതാക്കളെയും ഇവരുടെ കൂട്ടുകാരെയും ഇവരുടെ സ്കൂളും ട്യൂഷൻ സെന്ററും അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം നടത്തുക എന്നും അറിയിച്ചിട്ടുണ്ട്. പൂയപ്പള്ളി മയിലോട് സ്വദേശി ദേവനന്ദയും അമ്പലംകുന്ന് ഷെബിൻ ഷായുമാണ് മരിച്ചത്. 2 പേരും +1 വിദ്യാർത്ഥികളായിരുന്നു. 2 പേരും ഏറെ നാളായി സുഹൃത്തുക്കളുമായിരുന്നു. 2 പേരും നന്നായി പഠിക്കുന്ന കുട്ടികളുമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മരണം വളരെയധികം ദുരൂഹത നിറഞ്ഞ ഒന്നായി തന്നെയാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. ഇന്നലെ സ്കൂളിൽ പോയ ദേവനന്ദയും ഷെബിൻ ഷായും ഏറെ വൈകിട്ടും വീട്ടിലെത്തിയില്ല എന്നത് കാണിച്ചാണ് ഇരുവരുടെ മാതാപിതാക്കൾ പൂയപ്പള്ളി പോലീസിൽ പരാതി നൽകിയത്. ഇരുവരും ഒരുമിച്ചായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന നിഗമനത്തിൽ അപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ എങ്ങോട്ട് പോയി എന്നും ഇത്രയും വൈകാറില്ല എന്നുമാണ് വീട്ടുകാർ തന്നെ പറഞ്ഞത്. ഇതിനെ തുടർന്ന് തന്നെയാണ് പോലീസ് കർശനമായുള്ള അന്വേഷണം നടത്തിയത്. ഓട്ടോയിലും ബസ്സിലും മറ്റുമായി തന്നെ അന്വേഷണങ്ങൾ പലവിധമായിരുന്നു. എന്നാൽ ഒരിക്കലും മരിച്ച രീതിയിൽ ഇവരെ ലഭിക്കുമെന്ന് കരുതിയിരുന്നില്ല എന്നാണ് പോലീസ് തന്നെ പറയുന്നത്. തുടർ പോലീസ് വിവിധയിടങ്ങളിൽ തന്നെ പരിശോധന നടത്തിയിരുന്നുവെങ്കിലും ഇരുവരുടെയും പക്കൽ ഫോൺ ഇല്ലാത്തതിനാൽ തന്നെ കണ്ടെത്താനായിരുന്നില്ല. തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ മൃതദേഹങ്ങൾ തടാകത്തിൽ കണ്ടെത്തുകയായിരുന്നു. ഒഴുകി നടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കൊട്ടാരക്കര ബോയ്സ് സ്കൂളിൽ +1 വിദ്യാർത്ഥിയാണ് ഷെബിൻ ഷാ. ഓടനാവട്ടം KRGPM സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയായിരുന്നു ദേവനന്ദ. ഇരുവരും നല്ല സൗഹൃദത്തിലായിരുന്നുവെന്നും ഏറെ നാൾ തന്നെ ഇവരുടെ സൗഹൃദത്തെപ്പറ്റി ഇവരുടെ കൂട്ടുകാർക്ക് തന്നെ അറിയാമായിരുന്നു. ഏറെ വൈകിയിട്ടും ദേവനന്ദ വീട്ടിലെത്താത്തതിനെ തുടർന്നാണ് വീട്ടിൽ അന്വേഷണം നടന്നത്. പിന്നീടാണ് സുഹൃത്തുക്കളെ വിളിച്ചും സ്കൂളിൽ വന്ന കാര്യങ്ങളുമെല്ലാം അന്വേഷിച്ചത്. വൈകിട്ടത്തോടെ വീട്ടിലെത്താത്തപ്പോൾ വീട്ടുകാരെല്ലാവരും പരിഭ്രാന്തരായി. അപ്പോഴാണ് ഷെബിൻ ഷായുടെ വീട്ടിൽ നിന്നും അന്വേഷണം ഉണ്ടായത്. തുടർന്ന് പല രീതിയിലുള്ള അന്വേഷണം നടത്തിയെങ്കിലും കുട്ടികളെ രക്ഷിക്കാനായില്ല. വളരെയധികം ദുരൂഹത നിറഞ്ഞ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത് എന്ന് പറയുന്നു. വീട്ടുകാർ പോലും അവരെ വഴക്ക് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നും ആത്മഹത്യ ചെയ്യാൻ മാത്രം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊരിക്കലും ആത്മഹത്യ ആകില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് നാട്ടുകാരും വീട്ടുകാരും. എന്താണ് ഇവരുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.